الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا പ്രിയമുള്ള സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം നോമ്പും ഖിയാമുൽ ലൈലും തിലാവത്തുൽ ഖുർആനും സദഖകളും ദാനധർമ്മങ്ങളും എല്ലാം അല്ലാഹു അതിലൊക്കെ കുറവുകളൊക്കെ പരിഹരിച്ച് പരിപൂർണ രൂപത്തിൽ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കുന്നത് ഇന്നലെ ബാക്കി വെച്ചതിൻ്റെ സകാത്തുമായി ബന്ധപ്പെട്ട അഹ്കാമുകളാണ്. നമ്മൾ ഇന്നലെ പഠിച്ചത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും അതിന് തത്തുല്യമായി നിൽക്കുന്ന കറൻസിയുടെയും സകാത്താണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ആഭരണവുമായി ബന്ധപ്പെട്ട സകാത്താണ് നമ്മൾ പഠിക്കുന്നത്. ആഭരണം എന്ന് പറഞ്ഞാൽ ജ്വല്ലറി. ഈ ആഭരണത്തിന് നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്ന്, സകാത്ത് നിർബന്ധമുള്ള ആഭരണവും, രണ്ട്, സകാത്ത് നിർബന്ധമില്ലാത്ത ആഭരണവും. പണ്ഡിതന്മാർ ആദ്യം ഇങ്ങനെ വേർതിരിച്ചത് രണ്ടെണ്ണത്തിൽ. അതിൽ സകാത്ത് നിർബന്ധമുള്ള ആഭരണം സ്വർണവും വെള്ളിയും. സ്വർണം കൊണ്ടുള്ള അതല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള ആഭരണങ്ങൾ, ഇത് രണ്ടിനും സകാത്ത് നിർബന്ധമാണ്. ഇതല്ലാത്ത മറ്റുള്ള ആഭരണങ്ങൾ, അത് ഡയമണ്ട് ആകാം, വജ്രമാകാം, മുത്തുകളോ രത്നങ്ങളോ മാണിക്യമോ എന്തുമാകാം, അതിനൊന്നും ആഭരണം എന്ന നിലക്ക് സകാത്ത് നിർബന്ധമില്ല. ഇതാണ് ഇത്തിഫാഖായ മസലയാണ്. ആർക്കും അഭിപ്രായ വ്യത്യാസം ഇതിലില്ല. കാരണം അതിന് തെളിവായിട്ട് കൊടുക്കുന്നത് ഈ സ്വർണത്തിലും വെള്ളിയിലും സകാത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ളതായ ഉമൂമായ അദില്ലത്തുകൾ, അത് ഖുർആന്റെ ആയാത്തുകളും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ. ഇതാണ് സ്വർണ്ണ ആഭരണത്തിന് സകാത്ത് ഉണ്ട് എന്ന് പറയാൻ കാരണം. അത് ഇത്തിഫാഖാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം. രണ്ടാമത്തത്, ഈ സകാത്ത് നിർബന്ധമുള്ള ആഭരണത്തെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, സകാത്ത് അൽ ഹുലിയിൽ മുബാഹ്, രണ്ട് അൽ ഹുലിയിൽ ഹറാം. രണ്ടായി തരംതിരിക്കാം സകാത്ത് നിർബന്ധമുള്ള ആഭരണത്തിന്. അതേതൊക്കെയാ? സ്വർണവും വെള്ളിയും. ഇതിന് രണ്ടായി തിരിച്ചു. ഒന്ന് അൽ ഹുലിയിൽ മുബാഹ്, മുബാഹായ ആഭരണങ്ങൾ. രണ്ടാമത്തത് ഹറാമായ ആഭരണങ്ങൾ. ഇതിൽ ഹറാമായ ആഭരണത്തിന് സകാത്ത് നിർബന്ധമാണ് ബിൽ ഇത്തിഫാഖ്. ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ച കാര്യമാണ്. ഖുർആനിന്റെയും ഹദീസിന്റെയും നെസ്സിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതാണ്. ഹറാമായ ആഭരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തിന്റെ ആഭരണങ്ങൾ ഇടാം, വെള്ളിയുടെ ആഭരണങ്ങളും ഇടാം, എത്ര വേണമെങ്കിലും ഇടാം, അത് ജായിസാണ്. പക്ഷേ ചില കാര്യങ്ങൾ ശരീഅത്ത് ഹറാമാക്കി. ഉദാഹരണത്തിന് ഒരു മാല, ഈ മാലയുടെ ലോക്കറ്റില് പോത്തിന്റെ തല, അതല്ലെങ്കിൽ മൃഗത്തിന്റെ തല, അതല്ലെങ്കിൽ അന്യമതസ്ഥർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളുടെയോ അവർ പൂജിക്കുന്ന ദൈവങ്ങളുടെയോ ചിത്രമുള്ള ലോക്കറ്റ്, അത് ഹറാമാണ്. ആ ഹറാമായ ആഭരണത്തിന് സകാത്ത് നിർബന്ധമാണ് ബിൽ ഇത്തിഫാഖ്. ഒരഭിപ്രായ വ്യത്യാസം അതിലില്ല. ഒന്ന്. രണ്ടാമത്തെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണാഭരണം ഹറാമാണ്. അത് മോതിരായാലും ചെയിനായാലും കൈന്റെ ചെയിനായാലും കഴുത്തിന്റെ ചെയിനായാലും എന്തായാലും ഹറാമാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം. ഈ പുരുഷൻ ഒരു സ്വർണത്തിന്റെ ആഭരണം ഇട്ടു, ഒരു ചെയിൻ ഇട്ടു, അതല്ലെങ്കിൽ മാല ഇട്ടു, അതിന് ഹുലി അൽ ഹറാം എന്നാണ് പറയാ. ഹറാമായ ആഭരണം, അത് പാടില്ലാത്തതാണ്. അങ്ങനെ ഒരാൾ ഇട്ടാൽ അതിനും സകാത്ത് നിർബന്ധമാണ് ബിൽ ഇത്തിഫാഖ്. അത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് അൽ മുഗ്നി എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഈ മസല ചർച്ച ചെയ്തിട്ടുണ്ട്. ഹറാമായ ആഭരണങ്ങൾക്ക് സകാത്ത് നിർബന്ധമാണ്. അതിന് തെളിവുകൾ മുമ്പ് നമ്മൾ സ്വർണത്തിന് എന്തൊക്കെയാണോ സകാത്ത് നിർബന്ധമാക്കാൻ എന്തൊക്കെ തെളിവുകളാണോ സൂചിപ്പിച്ചത്, അതെല്ലാം ഈ ആഭരണത്തിനും ബാധകമാണ്. രണ്ടാമത്തെ വിഭാഗം അൽ ഹുലിയിൽ മുബാഹ്. ഹുലിയിൽ മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ആഭരണം. ഇപ്പൊ അത് സ്ത്രീകൾക്ക് മാത്രമാണ് സ്വർണ്ണാഭരണം അനുവദിക്കപ്പെട്ടത്.
അതേപോലെ പുരുഷന്മാരുടെ സിൽവറിന്റെ മോതിരം മാത്രം, അത് മാത്രം അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ പുരുഷൻ. ചൈനിന്റെ സിൽവറിന്റെ മാലയായാലും പാടില്ല, കൈക്കുള്ള ചെയിനായാലും പാടില്ല, അത് തശബ്ബുഹ് ബിൻ നിസാ പാടില്ലാത്തതാണ്. പിന്നെ ആകെ ഉള്ളത് പുരുഷൻ സിൽവറിന്റെ മോതിരം മാത്രമേ ഹലാലാക്കപ്പെട്ടിട്ടുള്ളൂ ആഭരണങ്ങൾ. അപ്പൊ ഈ മുബാഹായ ആഭരണങ്ങളെ നമുക്ക് രണ്ടായി തരംതിരിക്കാൻ പറ്റും. ഒന്ന്, നമ്മളെ ലോക്കറിൽ എടുത്തു വെച്ച സ്വർണം. ഉദാഹരണത്തിന് എൻ്റെ മകളുടെ കല്യാണത്തിന് ഞാൻ എൻ്റെ മകൾക്ക് 50 പവൻ കൊടുത്തു. ഒക്കെ മഹറായിട്ട് 5 പവൻ കിട്ടും. അപ്പൊ 55 പവൻ അവളെ കയ്യിലുണ്ട്. ഈ 55 പവൻ ഇട്ടുകൊണ്ട് നടക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് സ്വത്തായിട്ട് നമ്മൾ എടുത്തു വെക്കും ലോക്കർ, അല്ലേ? അവർ ആവശ്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ വിൽക്കും, അല്ലെങ്കിൽ നമ്മളുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കും, ആവശ്യത്തിനോട് ഉപയോഗിക്കും. ഇപ്പൊ ലോക്കറിൽ എടുത്തു വെക്കും, അത് സ്വത്തായിട്ടാണ് കണക്കാക്കുക. ഇതിലും സകാത്ത് നിർബന്ധമാണ് ബിൽ ഇത്തിഫാഖ്. ഒരഭിപ്രായ വ്യത്യാസവും അതിലില്ല. നമ്മൾ എടുത്തു വെക്കുന്ന സ്വർണം, ആഭരണം, അതിലും സകാത്ത് നിർബന്ധമാണ്. രണ്ടാമത്തത് നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണം. ഒരു സാധാരണ നോർമൽ ഒരു സ്ത്രീ നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണം, ചിലപ്പോൾ ഒരു മോതിരം, 2 വള, ഒരു ചെയിന്, പിന്നെ കഴുത്തിൽ ഒരു ചെയിൻ, പിന്നെ കാലില് ചിലപ്പോൾ പാർസൽ. ഇതാണ് നോർമലായ പെണ്ണ് ഉപയോഗിക്കുന്ന ആഭരണം. ഈ ആഭരണത്തിലാണ് അഭിപ്രായ വ്യത്യാസമുണ്ട്, കൊടുക്കണോ വേണ്ടയോ എന്ന അഭിപ്രായ വ്യത്യാസം. ഇത് പറയാൻ കാരണം എന്താ പറയുക, ചില ആൾക്കാര് ഈ സ്വർണ്ണാഭരണത്തിന് സക്കാത്ത് ഉണ്ടോ ഇല്ലയോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന അഭിപ്രായമാണ് ഞാൻ സ്വീകരിച്ചത്, അതുകൊണ്ട് എൻ്റെ ലോക്കറിലുള്ള 50 60 പവന് സക്കാത്ത് കൊടുക്കൂല. അത് ഹറാമാണ്, പാടില്ലാത്തതാണ്. ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ള മസാല നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണത്തിനാണ്. അതാണ് അൽ ഹുലി അൽ മുഅദ്ദുലിൽ ഇസ്തിഅമാൽ എന്ന് പണ്ഡിതന്മാർ പറയാൻ കാരണം. നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണം. നിത്യമായിട്ട് എന്തായാലും ഒരു സ്ത്രീ സ്വർണം ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര ഏകദേശം എത്ര ഉപയോഗിക്കും? ഒരു 10-15 പവൻ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല, വളരെ കുറച്ചായിട്ട് നോർമലായിട്ട് ഉപയോഗിക്കണം. അതിന് മാത്രം അഭിപ്രായ വ്യത്യാസമുള്ളൂ. ഇനി നിത്യമായി ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഈ പറയപ്പെട്ട സ്വർണമാണെങ്കിൽ 85 ഗ്രാം, വെള്ളിയാണെങ്കിൽ 595 ഗ്രാം, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഈ അളവിൽ ഒരു സ്ത്രീ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമുണ്ടോ ഇല്ലയോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. സഹാബാക്കളെ കാലം മുതൽ ഇന്നേക്ക് വരെ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. എന്നത്തെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ശക്തമായ അഭിപ്രായ വ്യത്യാസമാണ്. 2 കൂട്ടർക്കും അതിൻ്റെതായ തെളിവുകളുണ്ട്, അതിൻ്റെതായ വാദങ്ങളും ഉണ്ട്. 2 അഭിപ്രായമുള്ളത്. ഒന്ന്, സകാത്ത് മുത്ലഖൻ നിർബന്ധമാണ്. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായം സൂചിപ്പിച്ചത് ഹനഫി മദ്ഹബിന്റെ അഭിപ്രായമാണ്. അതേപോലെ ഇബ്നു മുൻദിർ, ഇബ്നു ഖത്താബ് എന്നീ പറയപ്പെട്ട പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ്. അതിന്റെ കൂടെ ആധുനികനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതേപോലെ ഷെയ്ഖ് ഇബ്നു ബാസ്, അതേപോലെ ലജ്നത്തു ദായിമയുടെ ഫത്വയും സകാത്ത് നിർബന്ധമാണ് എന്ന അഭിപ്രായമുള്ളവരാണ്. ഒരഭിപ്രായം. അതിനൊരു തെളിവായിട്ട് പറയുന്നത് സ്വർണത്തിൽ സകാത്ത് നിർബന്ധമാക്കാൻ എത്രത്തോളം തെളിവുകൾ വന്നിട്ടുണ്ടോ ആ തെളിവുകളെല്ലാം ഈ ആഭരണത്തിനും സകാത്ത് നിർബന്ധമാണ് എന്ന് പറയാൻ ബാധകമാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർണത്തിന് ഇത്ര കണക്കുണ്ടെങ്കിൽ നിങ്ങൾ സകാത്ത് കൊടുക്കണം. അവിടെ ആഭരണം വേറെ, ആഭരണം അല്ലാത്ത സ്വർണം വേറെ എന്ന് റസൂൽ വേർതിരിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ തെളിവ്. റസൂൽ പറഞ്ഞത് ഇത്ര സ്വർണം ഉണ്ടെങ്കിൽ സകാത്ത് കൊടുക്കണം. അത് ആഭരണമാണെങ്കിൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ പിന്നെ സ്വർണത്തിന് മറ്റേ കട്ടിയാണെങ്കിൽ കൊടുക്കണം എന്ന് റസൂൽ വേർതിരിച്ചിട്ടില്ല. മറിച്ച് മുത്തലക്കൻ സ്വർണത്തിന് സകാത്ത് നിർബന്ധമാണ് എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ട് അത് ആഭരണമായാലും ശരി, ആഭരണം അല്ലാത്തതാണെങ്കിലും ശരി, ഈ പറയപ്പെട്ട 85 ഗ്രാം ഉണ്ടെങ്കിൽ നിരുപാധികം നമ്മൾ കൊടുക്കണം. ഇതാണ് അവരുടെ ഒരു തെളിവ്. രണ്ടാമത്തെ തെളിവ് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് സഹീഹാണോ ദഈഫാണോ അതിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഷെയ്ഖ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ പിന്നെ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇവരൊക്കെ ഈ ഹദീസിനെ സഹീഹാണെന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീയുടെ കയ്യിൽ ഒരു വളയുണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള ഒരു വള. ആ സ്ത്രീ വന്നപ്പോൾ റസൂലുള്ളാഹി ആ സ്ത്രീയോട് ചോദിച്ചു, നിന്റെ ഈ സ്വർണത്തിന്റെ സകാത്ത് നീ കൊടുത്തിട്ടുണ്ടോ?
അത് ഇട്ട വളയോ ഉപയോഗിക്കുന്ന വളയോ? അപ്പോൾ സ്ത്രീ പറഞ്ഞു ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നാളെ പരലോകത്ത് അല്ലാഹു ഈ വളയെ നരകത്തിന്റെ തീയാക്കി മാറ്റുന്നതിൽ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ സ്ത്രീ പറഞ്ഞു ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വഅദ്ദി സകാതഹ, അതിന്റെ സകാത്ത് പെട്ടെന്ന് കൊടുത്തേക്കണം. ഇതാണ് തെളിവ്. നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണങ്ങൾക്ക് സകാത്ത് കൊടുക്കണം എന്ന് പറയാൻ ഈ ഹദീസാണ് തെളിവ്. ഇതൊരു കൂട്ടർ. രണ്ടാമത്തെ അഭിപ്രായം ജുംഹൂറുൽ ഉലമയുടെ അഭിപ്രായം, അതായത് ഷാഫിഈ മദ്ഹബ്, മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, അതേപോലെ ഇമാം ഷൗക്കാനി, അതേപോലെ ഇബ്നു ഹസം എന്ന് പറയപ്പെട്ട ഒരുപാട് പണ്ഡിതന്മാർ, സനആനി, ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇതാണ്, സകാത്ത് നിർബന്ധം ഇല്ല. കാരണം എന്തുകൊണ്ടായിരിക്കും സകാത്ത് നിർബന്ധം ഇല്ലാത്തത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, സകാത്ത് അല്ലാഹു നിയമമാക്കിയത് വളർച്ചയുള്ള സമ്പത്തിലാണ്. വളർച്ച ഇല്ലാത്തതിൽ സകാത്ത് നിർബന്ധമില്ല. നമ്മളെ വീട്ടിൽ നമ്മൾ സകാത്ത് കൊടുക്കുന്നുണ്ട്? ഇല്ല. കാരണം എന്താ? വളർച്ചയില്ല, അവിടെ നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന നമ്മുടെ സ്ഥലം സകാത്ത് ഉണ്ടോ? ഇല്ല. അതും ഈ പറയപ്പെട്ടതുപോലെ വളർച്ചയില്ലാത്തതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണം നമ്മുടെ വാഹനം പോലെ, വീട് പോലെ, വസ്ത്രം പോലെ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം പോലെ വളർച്ചയില്ലാത്ത കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന്റെ സകാത്ത് നിർബന്ധമില്ല. ഇതാണ് ഈ കൂട്ടരുടെ അഭിപ്രായം. രണ്ടാമത്, ഈ പറയപ്പെട്ട അബൂ ദാവൂദിന്റെ ഹദീസിനെ ഈ പറയപ്പെട്ട പണ്ഡിതന്മാരൊക്കെ ലഈഫായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവർക്ക് ആ ഹദീസ് തെളിവൊടിക്കാൻ യോഗ്യമല്ല. ഇതാണ് രണ്ടാമത്തെ കൂട്ടരുടെ അഭിപ്രായം. ഈ രണ്ട് അഭിപ്രായത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ഷെയ്ഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്ശറഹുൽ മുംതി എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ കിതാബ്, വളരെ പ്രസിദ്ധമായ കിതാബാണ്. ആ കിതാബിന്റെ പ്രത്യേകത, അതിൽ 4 മദ്ഹബിന്റെ അഭിപ്രായങ്ങളും പറയും, അവരുടെ തെളിവുകളും പറയും, അതിനുശേഷം ഷെയ്ഖിന്റെ തർജീഹാത്തും ഉണ്ടാവും. ഇതാണ് ആ കിതാബിന്റെ പ്രത്യേകത. ആ കിതാബിൽ ഇദ്ദേഹം പറയാണ്, 5ഓളം സഹാബാക്കളിൽ നിന്ന് സകാത്ത് കൊടുക്കണ്ട എന്നാണ് സ്ഥിരപ്പെട്ടത്. എന്നാൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും സകാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറയപ്പെടുന്ന രൂപത്തിലുള്ള അസറും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അവർ ചുരുക്കി പറഞ്ഞാൽ സൂക്ഷ്മമായ നിലപാട് സകാത്ത് കൊടുക്കലാണ് എന്നാണ്. കാരണം ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാഹ് ഇവരൊക്കെ ഈ ഹദീസിനെ സഹീഹാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിലുള്ള സകാത്തുമായി ബന്ധപ്പെട്ട ദലീലുകളെല്ലാം, സ്വർണത്തിൽ നിർബന്ധമാണ് എന്ന് പറയുന്ന തെളിവുകളെല്ലാം അത് ആഭരണത്തിന് കൊടുക്കൽ നിർബന്ധമാണ് എന്നറിയിക്കുന്നുണ്ട്. അപ്പോൾ സൂക്ഷ്മമായ നിലപാട് സകാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണത്തിന്, സ്വാഭാവികമായും നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ നിത്യമായി ഉപയോഗിക്കുന്ന ആഭരണം 85 ഗ്രാം ഉണ്ടാവൂല. അഥവാ ഉണ്ടെങ്കിൽ അതിനും സകാത്ത് നിർബന്ധമാണ് എന്നതാണ് സൂക്ഷ്മമായ നിലപാട്. പിന്നെ ഒരു പക്ഷെ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർ അവരുടെ ഇജ്തിഹാദും അവരുടെ പഠനവും അനുസരിച്ച്, അവരുടെ ഗവേഷണം അനുസരിച്ച് ചിലപ്പോൾ അവർ സകാത്ത് നിർബന്ധമല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കാം. എങ്കിൽ കൂടി സൂക്ഷ്മമായ നിലപാട് അത് കൊടുത്ത് നമ്മുടെ ദിമ്മത്ത് ബലിയാക്കലാണ് ഏറ്റവും ഉത്തമം. ഇതാണ് ആഭരണവുമായി ബന്ധപ്പെട്ട സകാത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് പുറമെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ പറയപ്പെട്ട എല്ലാ വസ്തുക്കളും, അത് ആഭരണം സ്വർണത്തിൻ്റെതാണെങ്കിലും സ്വർണത്തിൻ്റെതല്ല എങ്കിൽ, ഉദാഹരണത്തിന് ഡയമണ്ട്, വജ്രം, മാണിക്യം, മുത്ത്, ഇതൊന്നും സകാത്ത് നിർബന്ധമില്ല ആഭരണം എന്ന നിലക്ക്. പക്ഷെ ഇത് പറയപ്പെട്ടതെല്ലാം കച്ചവട വസ്തുവാണെങ്കിൽ കച്ചവട വസ്തു എന്ന നിലക്കുള്ള സകാത്ത് ഇതിന് ബാധകമാണ്. ഉദാഹരണം, ഒരാൾക്ക് ഡയമണ്ടിന്റെ ഷോപ്പാണ്, അയാൾ കച്ചവടത്തിനോട് വെക്കുന്നതാണ്. അപ്പൊ കച്ചവടത്തിന്റെ സകാത്ത് എന്ന നിലക്ക് അതിന് സകാത്ത് കൊടുക്കണം. പിന്നെ ഒരാൾ ഡയമണ്ടിന്റെ മോതിരം, ഡയമണ്ടിന്റെ മാല, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് അദ്ദേഹം ഉപയോഗിക്കുന്നത് വിൽക്കാൻ വേണ്ടിയിട്ടാണ്, കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അതിന്റെ ആവശ്യക്കാർ വന്നാൽ അദ്ദേഹം വിൽക്കും. കച്ചവട വസ്തുവായിട്ടാണ് കാണുന്നത്. നമ്മൾ വിൽക്കാൻ വേണ്ടി ഒരു വാഹനം പോലെ, അത് വെറുതെ അവിടെ വെക്കൂലല്ലോ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമല്ലോ, ആള് വന്നാൽ കൊടുക്കലല്ലേ. അതേപോലെ ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ അതിനും കച്ചവട വസ്തു എന്ന നിലക്ക് സകാത്ത് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും അമലിലും സമയത്തിലും ആരോഗ്യത്തിലും നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.